നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാം ദൈവത്തിൽ അർപ്പിക്കുകയാണല്ലോ. എൻ്റെ കൊച്ചിനെയും കാത്തോടെ. പണ്ടൊക്കെ എക്സാം ടൈമിലേ എന്തോരം ദൈവത്തിൽ നമ്മൾ ഓരോന്ന് അർപ്പിച്ചു പോയല്ലേ, ദൈവമേ കാത്തോടെ പാസ്സാക്കണേ എന്നൊക്കെ. അതുപോലെ ആയിരിക്കും അല്ലേ. എനിക്കറിയില്ല ഇനി ഇവരൊക്കെ വളർന്നു വരുമ്പോൾ നമ്മുടെ ആ ഒരു ഇമോഷനൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷെ അവനിലും ആ സാധനങ്ങളൊക്കെ ഉണ്ടായിക്കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ അച്ചുകുട്ടിയുടെ അതെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അയ്യോ ഞങ്ങൾക്ക് ഭയങ്കര പ്രായമാവുന്ന പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്തോ വല്ലാത്തൊരു ഫീൽ. ഇത്ര ദിവസം പ്രീ സ്കൂളിലൊന്നും പോയപ്പോൾ ഉള്ള പോലെ അല്ല കേട്ടോ. ഇന്ന് അവനൊരു LKG ആയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു ഇതുപോലെ എന്ത് പെട്ടെന്ന് ഈ സമയമൊക്കെ പോകുന്നതെന്നുള്ളൊരിതുണ്ട്. അപ്പം കൊച്ചിനെ രാവിലെ എഴുന്നേൽപ്പിക്കുക ഇനി അങ്ങോട്ട് ഭയങ്കര ടാസ്ക് ആയിരിക്കും. കാരണം 9 മണിക്ക് ക്ലാസ് തുടങ്ങും, 3 മണി വരെ ഉണ്ട് ഇനി. വൈകിട്ട് വരെ ഇനി കൊച്ചിനെ കാണത്തില്ല. സന്തോഷമാണോ സങ്കടമാണോ എന്തൊക്കെ വല്ലാത്തൊരു മിക്സ് ഫീലിംഗ് ആണ്. അപ്പം ഞങ്ങൾക്കിത് മിസ് ചെയ്യണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു വീഡിയോ എടുത്ത് വെക്കണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം ആണ്ടിലൊരിക്കലേ ഇപ്പോൾ വന്നു യൂട്യൂബ് വ്ളോഗ് എടുത്തത്. അപ്പം ഇടുമ്പോൾ ഇങ്ങനെ നല്ല വൃത്തിയുള്ള സാധനങ്ങൾ ഇടാം എന്നാണ് ഞങ്ങളുടെ ഇനിയുള്ള തീരുമാനം. അതാണ് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ടെൻഷനെ കൊണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നുമില്ല. അവർ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടി ഇപ്പോൾ ഓർമ്മ ഇരിക്കുമ്പോഴേ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. പക്ഷെ അവൻ ഭയങ്കര ജോളിയായിരിക്കും. എന്നാലും ഒരു അക്കാഡമിക് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് ലെസൺസ് നമ്മളും പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ LKG കയറുമ്പോഴത്തേക്കും എന്തോ ഒരു ടെൻഷൻ ഉള്ളിലുണ്ട്. അപ്പോൾ ഇനി അവനൊരു നല്ലൊരു ഫ്യൂച്ചർ ആവട്ടെ. തീർച്ചയായിട്ടും LKG UKG അങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വർഷവും ഇങ്ങനെ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലെങ്കിലും അതിൻ്റെ ആ തുടക്കം അല്ലേ, അതെ അവൻ്റെ LKG എന്ന അക്കാഡമിക്ക് ഒരു വലിയൊരു സക്സസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യെസ്. അപ്പോൾ അതിന് മുന്നേ ഐറ്റത്തിനെ നമുക്കൊന്ന് എഴുന്നേൽപ്പിക്കാം. പക്ഷെ കുഞ്ഞി ബെൽറ്റ് കണ്ടോ, കുഞ്ഞി ബെൽറ്റ്. എനിക്ക് ബെൽറ്റ് കണ്ട് എനിക്ക് റെസ്റ്റ് മേടിച്ചോണ്ടിരിക്കാം കേട്ടോ. ബാ നമുക്ക് ആളെ എഴുന്നേൽപ്പിക്കാം. അച്ചു കണ്ണാ അമ്പൂച്ചി. അയ്യോ എനിക്ക് ചൊത്ത എഴുന്നേച്ചടാ. വാ സ്കൂളിൽ പോണ്ടേ മക്കളെ, വാ. ആര് വന്നു? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പറയൂ. ഓക്കെ ഞങ്ങളപ്പം ഡഷപ്പ് ഒക്കെ ചെയ്തിട്ട് ഓടി വരാം. ഞങ്ങൾ കുളിച്ചിട്ട് വരാന്ന് പറയൂ. കുളിച്ചിട്ട് വരാമേ പറയൂ. ഹേ ഗായ്സ് ഞങ്ങൾ കുളിച്ചിട്ട് വരാം. എങ്ങനെ വെച്ചു തിരിയൊക്കെ മാറി വേണ്ടത് ഞങ്ങൾക്ക്. ഞങ്ങൾ ഓക്കെ ഞങ്ങൾ ഡ്രസ്സപ്പ് ചെയ്തിട്ട് വരട്ടെ ചേട്ടന്മാരെ. എന്തടി നാണമൊക്കെ. അച്ചുട്ടിയുടെ ഫസ്റ്റ് യൂണിഫോം. ഓക്കെ നമുക്കിത് ഇൻസേർട്ട് ചെയ്യണ്ടേടാ. ലെറ്റ്സ് ഗോ. ഓക്കെ നമുക്ക് ആദ്യം അത് ഇൻസേർട്ട് ചെയ്യാം. ഫ്രീക്കനാണോടാ ഈ ഫ്രീക്കൻ. ഓക്കെ ഇതിങ്ങനല്ലേ ഇത്. അല്ല അത് എങ്ങനെ ഇച്ചിരി ടൈറ്റൻ ചെയ്യാവോ ബാലോട്ടാ? രണ്ടുപേരില്ലടാ. ഇല്ല നിന്നെ ഞാൻ ഉണ്ണിക്കുട്ടനാക്കട്ടെ. എടാ ഉണ്ണിക്കുട്ടൻ, എടാ ഉണ്ണിക്കുട്ടാ തന്നെ പിന്നെ ചൊറിയുന്നോ?
ഓക്കെ പ്രാർത്ഥിച്ചോ? അമ്പോച്ചി പ്രാർത്ഥിച്ചിട്ട് വരാം. Come on. ഈയപ്പസ്വാമി. അച്ചു എന്നെ പറയേണ്ടതെല്ലാം പറയണേ. പ്രാർത്ഥിച്ചോ. അച്ചു പറയൂ എല്ലാം. അമ്പോച്ചി സ്വാമി നല്ല ബുദ്ധി ശക്തി ഉണ്ടാവണേ ഭഗവാനെ, കാത്തോണേ, എനിക്ക് പഠിത്തത്തിന് എല്ലാ അനുഗ്രഹം ഉണ്ടാവണേ. അതന്നെ. ഇതാണ് കേറിയിരുന്നോ, പാപ്പം കൊണ്ടുവരാം. ഇന്നത്തെ ഫസ്റ്റ് സ്കൂളാണ്. ഞാൻ LKG ആവാണ്. അതന്നെ. എല്ലാം പുള്ളി കൊടുത്തോളൂ, കുഴപ്പമില്ല. ഒരു ജോലി കുറഞ്ഞു കിട്ടി. ഇത്രയും നാളും കൊച്ചിനെ ഉച്ചയ്ക്ക് ഈ പറയുന്ന പോലെ ഫീഡ് ചെയ്താണ് കൊടുത്തുകൊണ്ടിരുന്നത്. അവൻ തന്നെ കഴിക്കുകയും ചോദിച്ചാൽ തന്നെ കഴിക്കുകയും ചെയ്യും. പക്ഷേ നല്ലപോലെ കഴിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്തേ. ഇതാ ഇന്നിപ്പോൾ തന്നെ കഴിക്കാൻ പോവാ കൊച്ച്. ചോറ്, ചിക്കൻ സ്ക്രാമ്പിൾ, അതുപോലെ നമ്മൾ തോരനൂടെ വെച്ചിട്ടുണ്ട്. എങ്ങനെ കഴിക്കുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അതും ഇപ്പം നെയ്ച്ചോറാണ് കൊടുത്തേക്കുന്നത്, മറ്റേ റൈസ് കൊടുത്തില്ല. അവൻ ഈ നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നെയ്ച്ചോറാണ് ആക്കിയേക്കുന്നത്. ആൻഡ് ഓൾസോ സ്നാക്കായിട്ട് നമ്മൾ മാങ്ങയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ വന്ന് നോക്കും, എല്ലാം കഴിച്ചിട്ടുണ്ടോ. ഇത് നമ്മുടെ സിറ്റുവേഷൻ അതുപോലെ കയറി കേട്ടോ. വെള്ളം ഏതും അതിലെ ഒളിച്ചിരിക്കും. അടുത്ത 4 മാസത്തെ ടീച്ചറാണോ? ഹായ് നവരേല നവരേല നവരേല. ഓക്കെ നവരേല. ഓക്കെ. ഓ എന്റെ പൊന്നോ, ഷോക്സ് ഒക്കെ ഇട്ട് എങ്ങോട്ടാ? ഇച്ചിരി വോളിയം കുറയ്ക്കാവോ അതിന്റെ ടിവിയുടെ? ഇത്തിരി വോളിയം കുറയ്ക്കാവേ. ഓ ഇരിച്ചു വയ്യ എന്റെ പൊന്നോ, പുതിയ ഷോക്സ് ഒക്കെ ഇട്ട്. എവിടെ? അവിടെയോ? കയറുന്നു. ഷോക്കാണല്ലോ. അച്ചു സ്കൂളിൽ തന്നെ ഏത് പാട്ടാ പാടി കൊടുക്കാം? ചേച്ചിയോട് പറയൂ, പോയിട്ട് വരാമെന്ന് പറ. ചേച്ചി പോയിട്ട് വരാന്ന് പറ. അതെ 3 മണി വരെ ഇനി. Let's go. Let's go. Baby എന്റെ ഫോൺ എടുക്കോ. Let's go. So we are going to school. പറയൂ. അയ്യോ ഒരു ഫോട്ടോ എടുക്കായിരുന്നു. കം കം ഒരു ഫോട്ടോ എടുക്കട്ടെ. ഭാഗ്യത്തിന് എക്സ്പ്രഷന്. ഓക്കെ Let's go to school. അച്ചു അച്ചു ഫസ്റ്റ് ഡേ അല്ലേടാ, കാലത്തോട്ട് പോകടാ. എന്റെ തങ്കമ്മേ, ഓ വലിയ താല്പര്യമില്ല. എന്റെ പൊന്നെ. Let's go. Yeah. Okay. Let's go.
ബൈ ഗൈസ്. ബൈ ഗൈസ്. അച്ചു മക്കളെ നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ. ഇന്ന് തൊട്ട് തന്നെ ഉച്ചയ്ക്ക് കഴിക്കേണ്ടി വരും. ആരും ചോറ് വാരി തരൂല. മിടുക്കനായിട്ട് എല്ലാം കഴിക്കണം. പിന്നെ ഇന്നോട്ട് പഠിക്കാനൊക്കെ തുടങ്ങും, എഴുതിപ്പിക്കും കേട്ടോ. പിന്നെ നോക്കി എഴുതിപ്പിക്കും. അതൊക്കെ മിടുക്കനായിട്ട് എഴുതണം. ടീച്ചേഴ്സ് പറയുന്നത് ശ്രദ്ധിക്കണം, ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കണം കേട്ടോ. സ്കൂളിലെ LKG, അച്ചുക്കുന്റെ ക്ലാസ് ആണ് LKG. അല്ല. അപ്പൊ ഇവിടെ കാലത്തിട്ട് എഴുതണേ. ഇറങ്ങാം. കാലത്തിട്ട് എഴുതാം. ഓക്കെ, ക്രോസ് ചെയ്തോ. അതെ, ഫുൾ ക്യാമറ. ചുമ്മാ അച്ചു അതെ. അങ്ങനെ അവന്റെ സ്കൂളിലോട്ട് കടത്തി വിട്ടേക്കുവാണ്. പ്രീ സ്കൂളിൽ നിന്ന് മാറി ആളെ നമ്മൾ LKG-യിലേക്ക്. പ്രീ KG കഴിഞ്ഞ് ആദ്യത്തെ ചുവടുവയ്പ് എന്ന LKG-യിലോട്ട് എൻ്റെ കൊച്ചുമോൻ ഇന്ന് ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറിയിരിക്കുന്നത് അല്ലേ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാനും ഇതിൽ പങ്കുചേരാൻ ഇവിടെ വന്നത്. എന്താണേലും മറ്റേത് ഉച്ചയ്ക്ക് വിളിച്ചോണ്ട് വരുന്നു, കുറെ നേരം കളി, ഇനി വൈകിട്ട് വരെ അവിടെ അല്ലേ. ഇനിയും കൂടുതൽ സമയം അവൻ സ്കൂളിലായിരിക്കും. യെസ്, ലൈഫിലെ ഓരോ സ്റ്റേജാണ്. പക്ഷെ എന്തോ എനിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലൈഫിലെ ഒരു പുതിയൊരു എന്താ നമ്മുടെ പുതിയ ലെസണാണ് ഇപ്പൊ രാവിലെ ഇങ്ങനെ കൊണ്ടുവിടുക. ഹരിവേ എല്ലാം നല്ലതിനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതെ, അധ്യയന വർഷം തുടങ്ങട്ടെ. അതെ, തുടങ്ങട്ടെ. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ. എല്ലാ പേരൻസിനും എനിക്കറിയാം നിങ്ങളെല്ലാവരും ഓരോ ഇമോഷനിലേക്ക് കൂടെ ആയിരിക്കും പോകുന്നത്. സോ ഇറ്റ്സ് എ വെരി ബിഗ് ഡേ ഫോർ us. കുഞ്ഞ് LKG-യിലായി. നമ്മളെ കണ്ട ഒരു LKG-യിലെ കുട്ടിയുടെ അച്ഛനും അമ്മയാണെന്ന് തോന്നുമോ? അതില്ല. ഇല്ല ഇല്ല, ആര് പറഞ്ഞു? ഞാൻ ആണല്ലേ, എന്നെ കണ്ടു തോന്നില്ല. അപ്പോൾ എന്തായാലും ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. തീർച്ചയായിട്ടും എല്ലാവരെയും പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ കുഞ്ഞിനും ഉണ്ടാവണം. ബാക്കി പറഞ്ഞു ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അവന്റെ പാസ്പോർട്ട് എടുത്ത് എയർപോർട്ടിൽ മറ്റേ ദുബായിലോട്ടൊന്നല്ലോ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നമ്മൾ സ്കൂളിലോട്ടല്ലേ എന്നും ഒന്ന് വിട്ടിരിക്കുന്നത്. എന്നാലും എന്തോ ഒരു കുറച്ചുകൂടെ സമയം ഇനി അവിടെ ആയിരിക്കുമല്ലോ എന്തോ പോലെ. അങ്ങനെ ഓക്കെ. എനിവേ ഓക്കെ ഗൈസ്, അപ്പം വ്ളോഗ് ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.